ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഡാൽഗോണ കോഫിയാണ്. അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കിയപ്പോൾ എൻ്റെ അനുഭവവും എങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പലർക്കും ഡൗട്ടുണ്ട്. അപ്പോൾ അവർക്കുള്ള എൻ്റെ അനുഭവം ഷെയർ ചെയ്യുന്നത് കൂടിയാണ് കേട്ടോ. ഞാനിത് തയ്യാറാക്കിയിട്ട് നല്ല ടേസ്റ്റായിരുന്നു, കുടിക്കാനൊക്കെ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. നമുക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുമ്പോൾ ഇത് ശരിയാകുമോ അങ്ങനെയൊന്നുമില്ല. നമുക്ക് വളരെ ഈസി ആയിട്ടുള്ളൊരു കോഫിയാണിത്. ഇതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം. 2 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ആണ് നമ്മൾ എടുക്കുന്നതെന്ന് കരുതുക. അപ്പോൾ എൻ്റെ ഇവിടെ എടുത്തിരിക്കുന്ന സ്പൂണിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഞാൻ അളവ് ആ ഒരു രീതിയിൽ പറയാം. 2 ടേബിൾ സ്പൂണാണ് എടുക്കുന്നതെങ്കിൽ അത്രയും തന്നെ പഞ്ചസാര എടുക്കുക, അതേപോലെ തന്നെ ചൂടുവെള്ളം ചേർക്കുക. ഇത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ കയ്യിൽ ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ കൊണ്ട് ബീറ്റ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ വിസ്കോ സ്പൂണോ ഒക്കെ ഉപയോഗിച്ചിട്ട് ബീറ്റ് ചെയ്യാം. അപ്പോൾ കുറച്ച് ടൈം എടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിൽ ഒന്ന് ചെയ്ത് നോക്കാവുന്നതാണ്. ഞാൻ മിക്സിയിൽ ചെയ്തില്ല കേട്ടോ. അപ്പോൾ സ്പൂൺ വിസ്കൊക്കെ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ കുറച്ചധികം നേരം ബീറ്റ് ചെയ്യേണ്ടി വരും. ആദ്യത്തെ കുറച്ച് നേരം എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, ഇത് സക്സസ് ആകുമോ എന്നുള്ള കാര്യത്തിൽ. പക്ഷേ ഒന്നും ഉണ്ടായില്ല. കുറച്ചധികം നേരം നമ്മൾ ബീറ്റ് ചെയ്യണമെന്ന് മാത്രം. ഇപ്പോൾ ഇത് അത്യാവശ്യം നല്ല ക്രീമി കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ക്രീം തയ്യാറാക്കുന്നത്. ഈ ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ, അതുപോലെ തന്നെ പഞ്ചസാര, പിന്നെ നമുക്ക് മിക്സ് ചെയ്യാനുള്ള ചൂടുവെള്ളം. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ചൂട് പാൽ വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച പാൽ വേണമെങ്കിൽ എടുക്കാം. ഇതൊരു 1/4 ഭാഗത്തിന് മുകളിലായിട്ട് വേണം നമ്മൾ ഒഴിക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ ഐസ് ക്യൂബ്സ് ഒക്കെ ഇട്ട് തണുത്ത പാലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു 1/4 ഗ്ലാസ് വയ്ക്കുക. എന്നിട്ട് നമുക്ക് 3-4 ഐസ് ക്യൂബ്സ് ഒക്കെ വേണമെങ്കിൽ ചേർക്കാം. ഇപ്പോൾ നമ്മളിവിടെ ഐസ് ക്യൂബ്സ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. നമുക്കിതിൻ്റെ മുകളിലായിട്ട് കോഫി ക്രീം 1 സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇത് 1 ഗ്ലാസ്സിന് 1 സ്പൂൺ ക്രീം എന്ന രീതിയിൽ ഇതിന് ചേർക്കേണ്ട ആവശ്യമുള്ളൂ. അതിൽ കൂടുതൽ പലരും ഇട്ട് കാണാറുണ്ട്. അതൊരു ഭംഗിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. പക്ഷെ നമ്മൾ ഇത്രയും മാത്രം ചേർക്കേണ്ട ആവശ്യമുള്ളൂ. ഈ ഒരു കോഫി കുടിക്കാനായിട്ട് ഏറ്റവും നല്ലത് സ്ട്രോ ഉപയോഗിച്ച് കുടിക്കുന്നതാണ് കേട്ടോ. ഇനി നമ്മളൊരു സ്ട്രോ ഉപയോഗിച്ച് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊരു ലെയറായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്, താഴേക്ക് ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്ക് സ്ട്രോ ഉപയോഗിച്ച് തന്നെ ഇത് കുടിക്കാം. അപ്പോൾ ഇതിൻ്റെ താഴെ മുതൽ ഈ കോഫിയുടെയും അതുപോലെ തന്നെ പാലിൻ്റെയൊക്കെ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ടേസ്റ്റ് ആയിരിക്കും. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ, എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അപ്പോൾ കൂടുതൽ ക്രീം ചേർക്കുമ്പോൾ പറ്റുന്നൊരു പ്രശ്നമെന്ന് പറയുന്നത്, നമ്മൾ പാല് കുടിച്ച് ലാസ്റ്റ് ക്രീം കട്ടിയിൽ ഇങ്ങനെ കിടക്കും. അപ്പോൾ അത് നമുക്കത് മാത്രമായിട്ട് കുടിക്കാൻ പറ്റില്ല. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ പിന്നെയും നമ്മൾ പാലൊഴിച്ചിട്ട് വേണ്ടി വരും കുടിക്കാനായിട്ട്. അപ്പോൾ ആവശ്യത്തിന് ക്രീം മാത്രം ചേർത്ത് എടുക്കുക. നമ്മൾ തയ്യാറാക്കിയ ക്രീം മുഴുവനും ഇതിലേക്ക് ചേർക്കേണ്ട കാര്യമില്ല. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇത് ഇന്ന് തന്നെ ഉണ്ടാക്കി നോക്കുക, ഇതുവരെ ചെയ്യാത്തവർ. എന്നിട്ട് അഭിപ്രായം പറയുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നോട്ടിഫിക്കേഷനായിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളൊന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.